ഹായ് ഫ്രണ്ട്സ്, ഡിസ്കവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത് Nikon Z50 എന്ന് പറഞ്ഞ ക്യാമറയുടെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ ലെവലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. 2019 Nikon റിലീസ് ചെയ്ത ഒരു ക്രോപ്പ് സെൻസർ മിറർലെസ് ക്യാമറയാണ് Nikon Z50. സ്പെസിഫിക്കേഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് സെൻസറിനെ കുറിച്ച് തന്നെ നോക്കാം. സെൻസറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 20.9 മെഗാ പിക്സലിൻ്റെ ഒരു APS-C CMOS സെൻസറാണ് ഈ ഒരു ക്യാമറയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി പ്രൊസസ്സറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ XPEED 6 പ്രൊസസ്സറാണ് ഈ ഒരു ക്യാമറയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു SLR സ്റ്റൈൽ മിറർലെസ് ക്യാമറയാണ് Nikon Z50 എന്ന് പറയാനായിട്ട് സാധിക്കും. മഗ്നീഷ്യം അലോയ് ബോഡിയാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെതർ സീൽഡ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത്യാവശ്യം ചെറിയ മോയ്സ്ചർ പോലുള്ള പ്രശ്നങ്ങളിലൊക്കെ തന്നെ റിപ്പൽ ചെയ്യാൻ പാകത്തിലുള്ള ഒരു വെതർ സീൽഡ് ആയിട്ടുള്ള ഒരു ക്യാമറ തന്നെയാണ് Nikon Z50 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ISO റേഞ്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ISO റേഞ്ച് വന്നിട്ടുള്ളത് 100 മുതൽ 51,200 വരെയാണ് ISO റേഞ്ച് വന്നിട്ടുള്ളത്. 2,04,800 വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലോ ലൈറ്റ് പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ക്യാമറ തന്നെയാണ് Nikon Z50 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. sRGB, Adobe RGB തുടങ്ങിയ കളർ സ്പേസുകൾ നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. കസ്റ്റം വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും നമുക്ക് ഈ ഒരു ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാമറയുടെ സ്റ്റെബിലൈസേഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇൻബോഡി സ്റ്റെബിലൈസേഷൻ നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ അല്ല. എന്നാൽ ലെൻസിലുള്ള സ്റ്റെബിലൈസേഷൻ ആയിട്ടുള്ള VR അഥവാ വൈബ്രേഷൻ റിഡക്ഷൻ ഇൻ ടേംസ് ഓഫ് നിക്കോൺ വൈബ്രേഷൻ റിഡക്ഷൻ ആണ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എങ്കിലും വീഡിയോയ്ക്കൊക്കെ തന്നെ ഒരു ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷൻ നമുക്ക് ഈ ഒരു ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. 12 ബിറ്റിലും 14 ബിറ്റിലും നമുക്ക് ഈ ഒരു ക്യാമറ യൂസ് ചെയ്തിട്ട് റോ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി JPEG കുറിച്ച് നോക്കുകയാണെങ്കിൽ ബേസിക്, നോർമൽ, ഫൈൻ എന്നിങ്ങനെ 3 ഫോർമാറ്റിൽ നമുക്ക് JPEG ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓട്ടോ ഫോക്കസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു ഓട്ടോ ഫോക്കസ് തന്നെയാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. നമ്മുടെ നിക്കോണിൻ്റെ DSLRകളുടെ പോലെ ട്രാക്കിംഗ് അത്ര ഒരു സുഖമില്ലാത്ത രീതിയിലുള്ളതല്ല. അത്യാവശ്യം നല്ല രീതിയിൽ ട്രാക്കിംഗ് ഒക്കെ തന്നെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഓട്ടോ ഫോക്കസ് സിസ്റ്റം ആണെന്ന് നമുക്ക് റിമാർക്കബിളി തന്നെ പറയാനായിട്ട് സാധിക്കും. ഈ ഒരു നിക്കോണിൻ്റെ മിറർലെസ് ശ്രേണിയിലെ ഓട്ടോ ഫോക്കസ് സിസ്റ്റം വളരെ നല്ല രീതിയിലുള്ള ഓട്ടോ ഫോക്കസ് സിസ്റ്റം തന്നെയാണ്. 209 ഓട്ടോ ഫോക്കസ് പോയിന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം എൻ്റയർ സ്ക്രീനിലുള്ള ഒരു കവറേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. പിന്നെ ഐ ഡിറ്റക്ഷൻ, ഫേസ് ഡിറ്റക്ഷൻ പോലുള്ള സങ്കേതങ്ങളൊക്കെ തന്നെ ഓട്ടോ ഫോക്കസിൽ അവൈലബിൾ ആണ്. സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഓട്ടോ ഫോക്കസ് തന്നെയാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ മൗണ്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിക്കോണിൻ്റെ Z മൗണ്ട് ലെൻസുകളാണ് ഈ ഒരു ക്യാമറയിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ DSLR ക്യാമറകളിൽ F മൗണ്ട് ലെൻസുകളാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ നിക്കോണിൻ്റെ Z മൗണ്ട് ലെൻസുകളാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ക്രോപ്പ് ഫാക്ടർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോക്കൽ ലെങ്ത് മൾട്ടിപ്ലയർ നോക്കുകയാണെങ്കിൽ 1.5 തന്നെയാണ് നിക്കോണിൻ്റെ ഈ ഒരു ക്യാമറയിലും വന്നിട്ടുള്ളൊരു ക്രോപ്പ് ഫാക്ടർ എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഡിസ്പ്ലേയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 3.2 ഇഞ്ചിൻ്റെ ഒരു LCD ഡിസ്പ്ലേയാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളതെന്ന് പറയാൻ സാധിക്കും. ടച്ച് സ്ക്രീൻ ആണെന്ന് പറയാൻ സാധിക്കും. പിന്നെ അതിനെ നോക്കുകയാണെങ്കിൽ 1.04 മില്യൺ ഡോട്ട്സ് ആണ് ആ ഒരു ഡിസ്പ്ലേയിൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ ഡീറ്റെയിൽസ് ഉള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ വ്യൂ ഫൈൻഡറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മിറർലെസ് ക്യാമറയാണ്, ഒരു ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. 100% കവറേജ് പ്രൊവൈഡ് ചെയ്യുന്ന 2.36 മില്യൺ ഡോട്ട്സ് ഉള്ള ഒരു ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള LCD ഡിസ്പ്ലേ ആണ്, വ്യൂ ഫൈൻഡർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഡിസ്പ്ലേയുടെ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. 90 ഡിഗ്രി നമുക്ക് മുകളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ആംഗിളിൽ ഇപ്പോൾ ക്യാമറ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആംഗിളിൽ നമുക്ക് 90 ഡിഗ്രി തിരിക്കാൻ സാധിക്കും. അതുകൂടാതെ തന്നെ 180 ഡിഗ്രി താഴേക്കും തിരിക്കാൻ സാധിക്കും. അപ്പോൾ വ്ളോഗിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റിയൊരു ക്യാമറയാണ് Z50 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മറ്റ് ക്യാമറകളുടെ പോലെ ഇപ്പോൾ ഈ ഒരു D5600 ഒക്കെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങനത്തോട് തുറക്കുന്ന ഒരു ലെവലാണ് 180 ഡിഗ്രി എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു ക്യാമറയിൽ പിന്നെ ചില സോണിയുടെ ക്യാമറയിലൊക്കെ തന്നെ സോണിയുടെ 6100, 6600 ഒക്കെ മുകളിലേക്കാണ് ഡിസ്പ്ലേ വന്നിരുന്നത്. എന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് താഴേക്കാണ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ വന്നിട്ടുള്ളത്. അതാണ് ഇതൊരു വ്യത്യസ്തമായിട്ട് പറയാനുള്ളത്. പിന്നെ മുകളിലേക്ക് ആയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് എക്സ്റ്റേണലായിട്ട് നമ്മൾ മൈക്കൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് വലിയ റോഡിൻ്റെ ഒക്കെ മൈക്ക് വയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഹോട്ട്ഷിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡിസ്പ്ലേയിലുള്ള സാധനങ്ങൾ കാണാത്തൊരവസ്ഥ വരുന്നുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡിസ്പ്ലേ നേരെ താഴത്തേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മൈക്കൊക്കെ തന്നെ നമുക്ക് സുഖമായിട്ട് വയ്ക്കാൻ പറ്റും. സോ വ്ളോഗിങ്ങിന് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ വ്ളോഗിങ് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാമറ തന്നെയാണ്, വ്ളോഗിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാമറ തന്നെയാണ് നിക്കോണിൻ്റെ Z50 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഷട്ടർ സ്പീഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 1/4000 ആണ് മാക്സിമം ഷട്ടർ സ്പീഡ് വന്നിട്ടുള്ളത്. മിനിമം ഷട്ടർ സ്പീഡ് നോക്കുകയാണെങ്കിൽ 30 സെക്കൻഡ്സുമാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോഗ്രാം മോഡ്, അപ്പേർച്ചർ പ്രയോറിറ്റി, ഷട്ടർ പ്രയോറിറ്റി, മാനുവൽ മോഡ് തുടങ്ങിയ മോഡുകളൊക്കെ തന്നെ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള സീൻ മോഡ്സ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഈ ഒരു പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ് പോലുള്ള ഡിഫറെൻറ്റ് സീൻ മോഡ്സ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണെന്ന് പറയാൻ സാധിക്കും. 7 മീറ്റർ റേഞ്ചുള്ള ഒരു ഇൻബിൽറ്റ് ഫ്ലാഷ് ഈ ഒരു ക്യാമറയിൽ വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഹോട്ട് ഷൂ, നമുക്ക് എക്സ്റ്റേണലായിട്ട് നമ്മുടെ ഫ്ലാഷൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോട്ട് ഷൂ നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്.
ഡ്രൈവ് മോഡ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സിംഗിൾ ഫ്രെയിം, പിന്നെ കണ്ടിന്യൂസ് ലോ, കണ്ടിന്യൂസ് ഹൈ, ടൈമർ മോഡ്, അങ്ങനത്തെ ഡിഫറെൻറ്റ് ഡ്രൈവ് മോഡ്സ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. ഇനി നമ്മൾ കണ്ടിന്യൂസ് ഡ്രൈവിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 11 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെ നമുക്ക് ഈ ഒരു ക്യാമറ യൂസ് ചെയ്ത് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ സോണിയുടെ ആൽഫ 6 സീരീസിലൊക്കെ തന്നെയുള്ളൊരു കേപ്പബിലിറ്റിയാണ് 11 ഫ്രെയിംസ്. അതുപോലെ തന്നെ ഈ ഒരു നിക്കോണിൻ്റെ Z50 എന്ന് പറഞ്ഞ ഈ ഒരു ക്യാമറയിലും നമുക്ക് 11 ഫ്രെയിംസ് നമുക്കൊരു സെക്കൻഡിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. മിറർലെസ് ക്യാമറയാണ്. സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്പോട്ടി ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരു 11 ഫ്രെയിംസ് പെർ സെക്കൻഡ് എന്നുള്ള സങ്കേതം ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോ കേപ്പബിലിറ്റി കുറിച്ച് നോക്കുകയാണെങ്കിൽ 4K 30 25 24, ഫുൾ HD 120 100 50 30 24 25 അങ്ങനത്തെ ഡിഫറെൻറ്റ് ഫ്രെയിം റേറ്റ്സിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 4K കേപ്പബിലിറ്റി ഉള്ള ഒരു ക്യാമറയാണ് നമ്മുടെ Z50 എന്ന് പറയുന്നത്. ഫുൾ HD നോക്കുകയാണെങ്കിൽ അത് 120 ഫ്രെയിംസാണ് മാക്സിമം കേപ്പബിലിറ്റി വന്നിട്ടുള്ളത്. അത്യാവശ്യം 4x ഒക്കെ തന്നെ നമുക്ക് സ്ലോ മോഷൻ ആക്കാനും സാധിക്കും. പിന്നെ വീഡിയോയ്ക്ക് ഇതിൽ പുറമേ തന്നെ നമുക്ക് എക്സ്ട്രാ നമുക്ക് സ്ലോ മോഷനായിട്ട് തന്നെ ഷൂട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള മോഡുകൾ നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വീഡിയോ കേപ്പബിലിറ്റിയാണ്. പിന്നെ നിക്കോണിൻ്റെ മറ്റ് DSLR ശ്രേണിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മികച്ചൊരു ഓട്ടോ ഫോക്കസ് സിസ്റ്റം കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്യാമറയാണ് Z50 എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്യാമറ തന്നെയാണ് ഈ Z50 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു സിംഗിൾ കാർഡ് സ്ലോട്ടാണ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. USB കണക്ടിവിറ്റി കുറിച്ച് നോക്കുകയാണെങ്കിൽ USB 2.0 ആണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. 480 Mbps വരെയൊക്കെയാണ് അതിൻ്റെ ഒരു ട്രാൻസ്മിഷൻ സ്പീഡായിട്ട് നമുക്ക് പറയാവുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ USB ചാർജിങ് എനേബിൾഡ് ആയിട്ടൊരു ക്യാമറയാണ് നമ്മുടെ നിക്കോണിൻ്റെ Z50 എന്ന് പറയാൻ സാധിക്കും. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ തന്നെ പവർ ബാങ്ക് യൂസ് ചെയ്തുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ക്യാമറ ചാർജ് ചെയ്യാവുന്നതാണ്. HDMI പോർട്ട് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മൈക്ക് പോർട്ട് നമുക്ക് മൈക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മൈക്ക് പോർട്ട് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. എന്നുള്ളൊരു ഹെഡ്ഫോൺ പോർട്ട് നമുക്ക് ഈ ഒരു ക്യാമറയിൽ കാണാൻ സാധിക്കില്ല, അഥവാ അവൈലബിൾ അല്ല. പിന്നെ വൈഫൈയും ബ്ലൂടൂത്ത് ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. നമ്മുടെ നിക്കോണിൻ്റെ സ്നാപ്പ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിമോട്ടായിട്ട് അല്ലെങ്കിൽ റിമോട്ട് ആക്സസ് ഒക്കെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഫോട്ടോ എടുക്കാനും പിന്നെ നമ്മുടെ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനൊക്കെ തന്നെ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ സങ്കേതം ഉപയോഗിക്കാവുന്നതാണ്. ബാറ്ററി ലൈഫിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബാറ്ററി ലൈഫ് കുറച്ച് പിറകോട്ടാണ്. 320 ഷോട്ട്സ് പെർ ചാർജാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബാറ്ററി ലൈഫ് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബാറ്ററി ലൈഫായിട്ട് പറയാൻ സാധിക്കില്ല, കുറച്ച് കുറവാണ് ബാറ്ററി ലൈഫ്. മിറർലെസ് ക്യാമറ ആയതുകൊണ്ടും അത്യാവശ്യം ബാക്കി ഏരിയയിലൊക്കെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടും ബാറ്ററി ലൈഫ് കുറഞ്ഞൊരു ക്യാമറ തന്നെയാണ് നിക്കോണിൻ്റെ ഈ ഒരു Z50 എന്ന് പറയാൻ സാധിക്കും. എങ്കിലും പവർ ബാങ്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ക്യാമറയുടെ വെയിറ്റ് വരുന്നത് ഏകദേശം 450 ഗ്രാമാണ്. അപ്പോൾ അത്യാവശ്യം അധികം വെയിറ്റ് ഇല്ലാത്തൊരു ക്യാമറയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരുപാട് വെയിറ്റ് കൂടുതലില്ല എങ്കിലും ഒരു കുഴപ്പമില്ലാത്തൊരു വെയിറ്റുള്ളൊരു ക്യാമറ തന്നെയാണ് നമ്മുടെ ഒരു Z50 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു ഓറിയൻറ്റേഷൻ സെൻസർ നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ടൈം ലാപ്സ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. GPS എന്നാൽ അവൈലബിൾ അല്ല. ഇനി നമ്മൾ നമ്മുടെ Z മൗണ്ട് ആണെന്ന് പറഞ്ഞു, നിക്കോണിൻ്റെ Z മൗണ്ട് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് F മൗണ്ടിലുള്ള ലെൻസുകൾ ഒരു അഡാപ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ക്യാമറയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഒരു കൺവേർട്ട് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. കുറേ പേർക്കുണ്ട് മിറർലെസ് ക്യാമറയിലേക്ക് മാറുമ്പോൾ DSLR ലെൻസുകൾ എന്ത് ചെയ്യുന്നുള്ളത് ഒരു കൺവേർട്ടർ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു അഡാപ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്കിതിനെ Z മൗണ്ടിലുള്ള അതിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വിലയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ബോഡി വിത്ത് ഒരു 16 to 50 mm കിറ്റ് ലെൻസ് കൂടിയുള്ള ഒരു വില വന്നിട്ടുള്ളത് ഏകദേശം 75,000 രൂപ അടുത്താണ്. 75-76 ആ ഒരു റേഞ്ചിലാണ് വില വന്നിട്ടുള്ളത്. നമ്മളതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കാം, അവിടെ കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. സോ അത്രയാണ് നിക്കോണിൻ്റെ Z50 എന്ന് പറഞ്ഞ ഈ ഒരു ക്യാമറയെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ തന്നെയാണ്. നമുക്ക് ഫോട്ടോയ്ക്കായാലും വീഡിയോയ്ക്കായാലും എസ്പെഷ്യലി വീഡിയോയുടെ കാര്യം നമ്മൾ നിക്കോണിൽ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. DSLR ശ്രേണിയിലുള്ള വീഡിയോയുടെ ഓട്ടോ ഫോക്കസ് കുറച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ക്യാമറയുടെ ഓട്ടോ ഫോക്കസ് ഒക്കെ തന്നെ നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള ഓട്ടോ ഫോക്കസ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വീഡിയോ കേപ്പബിലിറ്റിയും ഫോട്ടോ എടുക്കാനും ഒക്കെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാമറയാണ്. എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി ലൈഫ് മാത്രമാണ്. ബാറ്ററി ലൈഫ് മാത്രമാണ് കുറച്ച് കുറഞ്ഞ മാതിരി തോന്നിയത്. ഒരു 320 ഷോട്ട്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറവാണ്. നമ്മുടെ ആൽഫ 6000 അടക്കം 360 ഷോട്ട്സിൻ്റെ അടുത്ത് എങ്കിലും ഏകദേശം ഈ റേഞ്ചിൻ്റെ കിട്ടുള്ളൂ. എങ്കിലും വല്ലാണ്ട് കുറഞ്ഞൊരു ബാറ്ററി ലൈഫാണ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. അതൊരു പ്രശ്നം. പിന്നെ സ്പെയർ ബാറ്ററികളൊക്കെ തന്നെ മിറർലെസ് ക്യാമറയാണ്, കമ്പാരിറ്റീവ്ലി ബാറ്ററി ലൈഫ് കുറവാണ്. ഓവർകം ചെയ്ത് വരുന്നതേ ഉള്ളൂ ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത്. സോ അത്രയേ ഉള്ളൂ. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.